DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 15 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കണ്ടക്ടർമാർ നൽകുന്ന സീറോ ടിക്കറ്റ് ഉപയോഗിച്ചാണ് ഇനി മുതൽ വനിതകൾക്ക് യാത്ര ചെയ്യാനാവുക. ജോലിക്കും പഠനത്തിനുമായി സ്ഥിരമായി ബസ്സിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വലിയ സാമ്പത്തികാശ്വാസം നൽകുന്നതാണ് ഈ പദ്ധതി. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 1800 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,11,120 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 225 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ ഒരു ഗ്രാമിന് 13,890 രൂപയായി. അടുത്ത അറിയിപ്പ്, പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആധാറിലെ ഫോട്ടോ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, പേര് എന്നിവ കൃത്യമായിരിക്കണം. 5-ാം വയസ്സിലും 15-ാം വയസ്സിലുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി ചെയ്യാം. ആധാർ പുതുക്കിയില്ലെങ്കിൽ സ്കോളർഷിപ്പ് തടസ്സപ്പെടുന്നതിനൊപ്പം എൻട്രൻസ് പരീക്ഷ രജിസ്ട്രേഷനും മറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അടുത്ത അറിയിപ്പ്, ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാം. ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി രോഗങ്ങൾ, വിവിധ സർജറികൾ തുടങ്ങിയവയ്ക്ക് വിധേയരായവർക്കാണ് അർഹതയുള്ളത്. അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, ചികിത്സാ ബില്ലുകൾ, തുടർ ചികിത്സാ വിവരങ്ങൾ, ആധാർ, ബാങ്ക് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ സമർപ്പിക്കണം. ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID ഉപയോഗിച്ച് അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് കൂടുതൽ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി സെൻസസ് 2027 പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സെൻസസ് 2027 ഭാഗമായി ഒരുക്കിയിരിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിലൂടെ ജൂൺ 16 മുതൽ 30 വരെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് sc.census.gov.in പോർട്ടലിലൂടെ കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. വിവരങ്ങൾ നൽകുന്നതിനായി കുടുംബനാഥനോ കുടുംബത്തിലെ പ്രായപൂർത്തിയായ മറ്റേതെങ്കിലും അംഗമോ രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ രേഖപ്പെടുത്തണം. സെൻസസ് നടപടികൾ 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസും നടക്കും. കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ 30 വരെയാണ് നടക്കുക. അടുത്ത അറിയിപ്പ്, സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതി ഓണസമ്മാനമായി സർക്കാർ നടപ്പാക്കും. സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരെയും ഒഴിവാക്കില്ല. പ്രതിവർഷം 12,000 രൂപ വീതം നൽകുന്ന പദ്ധതിക്കായി സർക്കാർ 500 മുതൽ 600 കോടി രൂപ ബഡ്ജറ്റിൽ നീക്കിവെക്കും. ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കായിരിക്കും ധനസഹായം. അടുത്ത അറിയിപ്പ്, ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി മാറ്റുമോ, ഇത് ഏത് രീതിയിൽ വർദ്ധിപ്പിക്കും എന്നൊക്കെ അറിയാൻ ജൂൺ 19 നടക്കുന്ന ബജറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പെൻഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ എന്തായാലും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 2000 രൂപയാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിന്റെ പകർപ്പ് സഹിതം ജൂൺ 30 പഞ്ചായത്തിൽ സമർപ്പിക്കണം. അല്ലാത്തപക്ഷം ജൂലൈ മുതൽ പെൻഷൻ റദ്ദാക്കപ്പെടും. അതോടൊപ്പം ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരും ജൂൺ 30 അത് സമർപ്പിക്കണം. അല്ലെങ്കിൽ അവർക്കും പെൻഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.